ഇന്നലെ ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻ്റായിട്ട് അത് തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഔട്ടിംഗ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ സെലക്ട് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടേക്കാണ് പോയെന്നുള്ളത്. കൊച്ചിയിലുള്ള ലുലു മാളിലേക്കാണ് ഞങ്ങൾ പോയത്. ഇപ്പം ഞങ്ങൾ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയയിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ദിയമോൾ അപ്പയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് വെച്ച് മാളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. എനിക്കും ദിയമോൾക്കും എസ്കലേറ്ററിൽ കയറാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. സാധാരണ സ്റ്റെപ്പ് വഴി തന്നെയാണ് ഞങ്ങൾ കയറിയത്. ദിയമോൾ ആദ്യമായിട്ടാണ് ലുലു മാൾ കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് മുകളിലോട്ട് പോയത്. ദിയമോളപ്പോൾ അതിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. I know what is happening in your heart, girl. I know it 'cause I'm feeling the same. But it is not hard to create a new reality. Let's try do it again. Girl, I know you're looking for a man. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് ദിയമോൾക്ക് ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഡെസേർട്ടും ഒരു ചോക്ലേറ്റ് ഡെസേർട്ടും ആണ് വാങ്ങിയത്. ഡെസേർട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ഇതൊരു കോംബോ ആയിരുന്നു. 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, 2 ബർഗറും 2 പെപ്സിയും പിന്നെ ഒരു ബിരിയാണിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് ഇതൊക്കെ കഴിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആരും വേസ്റ്റ് ആക്കിയൊന്നുമില്ല. എല്ലാവരും നന്നായി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുട്ടികളുടെ ആ ഏരിയയിലേക്കാണ് പോയത്. ഞങ്ങൾ പോയ ഈ ദിവസം തന്നെ വേറെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഔട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലുലു മാളിലേക്ക്. ഇത്ര അധികം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോട് കൂടിയിട്ടുള്ള റൈഡുകളൊക്കെ ദിയമോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എല്ലാത്തിലും കയറണമെന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പേടിയാണ് മെയിൻ. ആ ടോയ്സൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കുറേ ഉള്ള കാരണം കൊണ്ട് അതിൻ്റെ ഭാഗത്ത് അധികം നേരം നിർത്തിയില്ല. ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കാണുമ്പോഴും ദിയമോൾക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തിരുത്തി കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ സൈഡിലെത്തിയപ്പോൾ അവിടെ വേറെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾ കളിക്കണ്ടായിരുന്നു.
മോളങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോരണ വഴിയിൽ അവിടെ 3 സ്റ്റാച്യു ഉണ്ടായിരുന്നു. ദിയമോൾ വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അപ്പയും അമ്മയും ഞാനും അതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീണ്ടും ഞങ്ങൾ എസ്കലേറ്ററിൽ കയറാനുള്ള റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പേനെ അതിലേ പറഞ്ഞു വിട്ടു. ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങി. പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ട് ഞങ്ങളുടെ കാർ അന്വേഷിച്ചപ്പോൾ A3 എന്നുള്ള നമ്പറാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോൾ കുറേ A3 ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ A3കളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ കാറിൻ്റെ അടുത്തുള്ള A3 കണ്ടുപിടിച്ച് കാറിൽ കയറി ചെറായി ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ചെറായി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച ഞങ്ങൾ ദിയമോൾക്ക് ഒരു ഗ്ലാസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് ഇന്ദിരാഗാന്ധി പാർക്കിലെത്തി. പാർക്കിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സ്കൂളുള്ള ദിവസമായിരുന്നുകൊണ്ടായിരിക്കണം. ഇന്നത്തെ ഈ ദിവസം പോയതുകൊണ്ട് തന്നെ ദിയമോൾക്ക് എന്തായാലും എല്ലായിടത്തും ഓടിച്ചാടി നടന്ന് കളിക്കാനും എല്ലാ റൈഡിലും കയറാനും ഒക്കെ പറ്റിയിട്ടോ. അവസാനം ഞങ്ങൾ അവിടുന്ന് സൈക്കിള് റെൻറ്റിനെടുത്തു. 20 മിനിറ്റ് ചവിട്ടാനായിട്ട് 30 രൂപയാണ് അവിടെ ചാർജ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ചാലക്കുടിയിലെത്തി. ദിയമോൾ അപ്പോഴത്തേക്കും ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ വിളിച്ചെണിപ്പിച്ച് ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവൾക്കൊരു പൈനാപ്പിൾ ജ്യൂസും ഈ കട്ട്ലേറ്റിൻ്റെ ലോലിപോപ്പുമാണ് വാങ്ങി കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഇരിഞ്ഞാലക്കുടയിലെ മാസ് തിയേറ്ററിലേക്കാണ്. ബ്രോമാൻസ് സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. 9:30 ഷോക്കാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തിയേറ്ററിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. വെയിറ്റ് ചെയ്ത നേരം കുറച്ച് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ തിയേറ്ററിൽ വന്നാൽ എല്ലാ തവണയും ഒരു കോഫി കുടിക്കാറുണ്ട്. അതുപോലെ ഇത്തവണയും ഞാൻ കോഫി കുടിച്ചു. അവൾക്കൊരു പൊട്ടറ്റോ ചിപ്സും വാങ്ങിക്കൊടുത്തു. അപ്പോഴത്തേക്കും ഷോ തുടങ്ങാറായി. ഞങ്ങൾ തിയേറ്ററിൽ കയറി മൂവി കണ്ടു. നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോൾക്ക് വരെ ഒരുപാട് ചിരിക്കാനുള്ള കണ്ടൻറ് ഉണ്ടായിരുന്നു കേട്ടോ.